ഇപ്പോൾ ജീവിതത്തിലെ പല ആൾക്കാരെ കാണുമ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ, അവർക്ക് എന്തൊരു എനർജിയാണ്, അല്ലെങ്കിൽ അവർ എത്ര എനർജിയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കും ഇതുപോലെ ഫുൾ ഡേ ഇതുപോലെ എനർജറ്റിക് ആയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം. ഒരു ഫുൾ ഡേ നമുക്ക് എങ്ങനെ എനർജറ്റിക് ആയിട്ടിരിക്കാം, അതിനുള്ള കുറച്ച് എന്താണ് ടിപ്സ്, അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് ആദ്യമേ പറയട്ടെ, നമ്മൾ ഒരു ദിവസം രാവിലെ എണീറ്റ് തുടങ്ങുമ്പോൾ തൊട്ടുള്ള നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളാണ് ഒരു ദിവസം മൊത്തം നമ്മളെ എനർജി ആയിട്ട് ഇരുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക. പലവിധ ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക്, അനാവശ്യ ചിന്തകളൊക്കെ ഇങ്ങനെ വരും. നമ്മൾ മനഃപൂർവ്വം അതിനെയൊക്കെ ഒഴിവാക്കുക. കണ്ണ് തുറന്നുകൊണ്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം, നന്ദിയുള്ളവരാവാം ഈശ്വരനോട്. നമുക്ക് ഇത്രയും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വളരെ മനോഹരമായൊരു ദിവസം വീണ്ടും തരുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നതിന്, നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നമുക്ക് ഒരു ദിവസം കൂടി കിട്ടിയിരിക്കുന്നു എന്നുള്ള നന്ദി എപ്പോഴും മനസ്സിൽ ചിന്തിക്കുക. അതിനുവേണ്ടി ഈശ്വരനോട് നന്ദി പറയാം, നമ്മുടെ ഫാമിലിയോട്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരോട്, പിന്നെ ലൈഫിൽ നമ്മുടെ സങ്കടങ്ങളിലൊക്കെ നമ്മളെ കൈപിടിച്ച് ചേർത്തവരോട്, നമ്മളെ ചേർത്ത് നിർത്തിയവരോടൊക്കെ ഉള്ള നന്ദി നമുക്ക് മനസ്സിലെങ്കിലും ഒന്ന് പറയാം. കാരണം നമ്മുടെ ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു നന്ദി പറയുക എന്നുള്ളത് മെൻ്റലി നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അതിനൊരു റിലാക്സ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിലീഫിന് വളരെ നല്ലൊരു കാര്യമാണ് നമ്മളിങ്ങനെ ഒരു നന്ദി പറയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ലൈഫിൽ അത് നമ്മൾ ശീലമാക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, രാവിലെ എണീറ്റുടൻ ചായ കോഫി എന്നുള്ള ആ ഒരു ചിന്ത അങ്ങ് ഉപേക്ഷിക്കുക. ചായ കോഫിയൊക്കെ കുടിക്കാം, അതൊക്കെ നമുക്ക് എനർജി തരും. പക്ഷെ അതിൻ്റെയൊക്കെ ആ കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ വളരെ താൽക്കാലികം മാത്രമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ 1-2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിക്കാൻ ശീലിക്കുക. രാവിലെ എണീറ്റ് ഉടൻ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ആക്ടിവിറ്റീസിനൊക്കെ ഒന്ന് അതിൻ്റെയൊക്കെ ഒന്ന് ഓർഡർ ആക്കുന്നതിന് നമ്മൾ ഈ വെള്ളം 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതൊന്ന് ശീലമാക്കുക. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, അതിനുശേഷം നമുക്കൊരു മോർണിംഗ് വാക്ക് ആവാം. അപ്പോൾ അത് നടക്കാൻ ഒരു നടത്തം എന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും ഡെയിലി നമ്മൾ നടക്കുന്നത് ഒന്ന് ശീലമാക്കുക. അത് കാരണം നമ്മൾ രാവിലെ ആ ഒരു മോർണിംഗ് വാക്കിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജിയാണ് നമ്മുടെ ഒരു ഫുൾ ഡേ നമ്മളെ നല്ല എനർജറ്റിക്കായിട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ചെയ്യുന്ന എക്സസൈസാണ് നമുക്ക് ഭയങ്കര മെൻ്റലി നമുക്ക് നല്ല ഒരു ഹെൽത്തും, അല്ലെങ്കിൽ ഫിസിക്കലി നല്ല ഒരു ഹെൽത്തും ഹാപ്പിനെസ്സും ഒക്കെ നമുക്ക് തോന്നുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. അപ്പോൾ അതൊന്ന് ശീലമാക്കുക, അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ രാവിലെ എണീറ്റ് ഉടനെ ഫോൺ എടുത്ത് നോക്കുന്നവരാണെങ്കിൽ ഇപ്പം അറ്റ്ലീസ്റ്റ് മോർണിംഗ് വാക്കിന് പോകുമ്പോഴെങ്കിലും ഫോണൊക്കെ ഒന്ന് ഒഴിവാക്കുക. എന്നിട്ട് നമ്മളെ പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആളുകളോടൊക്കെ ഒന്ന് ചിരിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഈ രീതിയിൽ തന്നെ മോർണിംഗ് വാക്ക് നടക്കാൻ പോകുന്നവരാണെങ്കിൽ അതൊന്ന് ശീലമാക്കുക. ആ സമയത്തും കൂടെ ആ 1 മണിക്കൂർ ഫോൺ ഫ്രീ ആയിട്ടൊന്ന് വെക്കുക. നമ്മളെ ഫോണ് ആവശ്യമില്ല എന്ന് തന്നെ വിചാരിക്കുക. അതൊന്ന് മാറ്റി വെക്കാൻ കഴിയുന്നതും ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് പറയേണ്ടത്, ഒരുപാട് മണിക്കൂറുകൾ കണ്ടിന്യൂസ് ഇരുന്ന് ജോലി ചെയ്യുന്ന ശീലമുള്ളവരാണെങ്കിൽ 1 മണിക്കൂറിനിടയ്ക്ക് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്ന് വളരെയധികം അലസതയും മടിയൊക്കെ തോന്നും, ക്ഷീണം തോന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് എണീറ്റൊന്ന് ഫ്രഷ് ആയി ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് വീണ്ടും നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ വർക്ക് പൊട്ടൻഷ്യൽ കൂട്ടാനുള്ള ഒരു ഉപായമാണ്. അല്ലാതെ മടി പിടിച്ച് അങ്ങനെ ഇരിക്കുന്നത് ശീലമാക്കാതിരിക്കുക. അത് നമ്മുടെ ഉള്ള ആ ഒരു എനർജിയെ കൂടെ ഡ്രെയിൻ ആക്കി കളയുന്നൊരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഓവർ ഈറ്റിംഗ് ശീലമുള്ളവരാണെങ്കിൽ അതെനിക്ക് പറയാനുള്ളത്, അങ്ങനെ വലിച്ചു വാരി കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ ആ ശീലം ഉപേക്ഷിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് സമയത്തിന്, എല്ലാ ദിവസവും ഒരേ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. അത് രാത്രിത്തെ ഫുഡ് കഴിയുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ കഴിച്ചിട്ട് ഉടനെ ചെന്ന് കിടന്ന് ഉറങ്ങുന്നത് നല്ലതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴാണോ ഉറങ്ങുന്നത് അതിനൊരു 2 മണിക്കൂർ മുമ്പ്, ഒരു 7 മണി 8 മണിക്കെങ്കിലും രാത്രിയുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നിറയെ കഴിക്കുക. ആ ബ്രേക്ക്ഫാസ്റ്റാണ് ഒരു ദിവസത്തെ നമുക്ക് ഫുൾ ഡേ നല്ല എനർജി നമുക്ക് കിട്ടുന്നതിനുള്ള പ്രധാന ഒരു സോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായും നന്നായിട്ട് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ഓവർ ഈറ്റിംഗ്, ഒരു സമയത്ത് ഓവർ ഈറ്റിംഗ്, നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ഇപ്പോൾ വറുത്തതും പൊരിച്ചതും അങ്ങനെയുള്ള ഫുഡല്ല കഴിക്കാൻ പറയുന്നത്.
ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ മാക്സിമം നന്നായിട്ട് ഫ്രൂട്ട്സ്, ഇലക്കറികൾ, പിന്നെ ധാന്യങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള നട്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതലും പ്രോട്ടീൻ അങ്ങനെയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫുഡിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് വളരെ നമുക്ക് നല്ല എനർജി ആയിട്ട് നമ്മളെ ഇരുത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉച്ച വരെ നമ്മൾ വളരെയധികം വിശന്നിരിക്കുന്നതിനേക്കാൾ ഇടയ്ക്ക് ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഇടയ്ക്ക് കഴിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് അത്രയ്ക്ക് ക്ഷീണം തോന്നില്ല, നമുക്ക് നല്ല എനർജി തോന്നും. അതിനിടയ്ക്ക് കുക്കുംബറോ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാം, അതല്ലെങ്കിൽ നട്ട്സൊക്കെ കഴിക്കുന്നവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശീലമാക്കുക. ഇപ്പോൾ ഒരു ദിവസം കറക്റ്റ് സമയത്ത് നമ്മൾ ഫുഡും കഴിച്ച് നന്നായിട്ട് വെള്ളവും കുടിക്കുന്ന ശീലം, അതായത് ശരീരം ഡീഹൈഡ്രേഷനിലോട്ടൊന്നും പോവാതെ വെള്ളവും കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് നല്ല എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കുക. ഓവർ ഈറ്റിംഗ് വളരെ ശരീരത്തിന് മോശമായിട്ടുള്ള കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറയട്ടെ, നമ്മളിപ്പോൾ വിവാഹത്തിനൊക്കെ പോയി വയറ് നിറയെ പായസമൊക്കെ കൂട്ടി സദ്യയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എന്തൊരു ക്ഷീണം, എനിക്കൊന്ന് കിടന്നാൽ മതി എന്ന് അറിയാതെ നമുക്ക് തോന്നും. അത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ പതിവിലും അധികം ഓവറായിട്ട് കഴിച്ചിട്ട് വരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒക്കേഷനിൽ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലെങ്കിൽ വിവാഹത്തിനൊക്കെ പോകുമ്പോൾ കഴിക്കുന്നതിന് അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ ഡെയിലി അങ്ങനെ ഒരു ഓവർ ഈറ്റിംഗ് ശീലമാക്കാതിരിക്കുക, അതൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് പോയിന്റ്, നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ വർക്കൗട്ട്, ഇപ്പം ഞാൻ പറഞ്ഞു രാവിലെ മോർണിംഗ് വാക്ക് ശീലമാക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാം. അപ്പോൾ ആ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് അത് നമുക്ക് ശരീരത്തിന് വളരെയധികം എനർജി തരുന്നൊരു കാര്യമാണ്. പക്ഷേ അതിന് എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന അതിൻ്റെ ഒരു ടൈം ലാഗ് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ദിവസം 10 മിനിറ്റാണ് നടന്നതെങ്കിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 3-ാമത്തെ ദിവസം മുതൽ അതൊരു 15 മിനിറ്റ്സ് ആക്കാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഒരു ആഴ്ച കഴിയുമ്പോൾ നമുക്ക് 20 മിനിറ്റ്സ് നടത്താൻ ശീലമാക്കാം. ഇപ്പോൾ സ്റ്റെപ്പ് കയറുന്നത് ശീലമുള്ളവരാണെങ്കിൽ ഫസ്റ്റ് ഡേ ഒരു 20 സ്റ്റെപ്പ് കയറി ഇറങ്ങി, നെക്സ്റ്റ് ഡേ അത് 22 സ്റ്റെപ്പ് കയറാം ഇറങ്ങാം. അങ്ങനെ നമുക്ക് പതുക്കെ നെക്സ്റ്റ് ഡേ 25 സ്റ്റെപ്സ് കയറാം. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും എന്ത് കാര്യമാണോ നമ്മൾ എക്സസൈസിൽ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു വർക്ക് പൊട്ടൻഷ്യൽ കൂട്ടിക്കൊണ്ടുവരിക. അത് നമുക്ക് നല്ല എനർജി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാമിന കൂടുന്നതിന് അത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടി നമ്മളത് വളരെ ഭംഗിയായിട്ട് അതൊന്ന് ശീലിക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ്, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നത്തേക്ക് അത് മാറ്റി വയ്ക്കാതിരിക്കുക. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും, മാറ്റിവെക്കലുകൾ. നാളെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെല്ലാം ഇപ്പോൾ ഒന്നും ചെയ്യാനൊരു മൂഡില്ല, അതുകൊണ്ട് നല്ല മൂഡൊക്കെ വന്നിട്ട് ഫുൾ നന്നായിട്ട് ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കും. പിന്നെ അത് ഈ അടുത്ത കാലത്തൊന്നും നമ്മളത് സ്റ്റാർട്ട് ചെയ്യാനേ പോകുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ഈ നിമിഷം അത് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തും, അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും, അതൊക്കെ ചെയ്യും. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് എന്ത് കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ എത്രയും പെട്ടെന്ന് ഈ നിമിഷം നമ്മളത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി നെക്സ്റ്റ്, നമ്മൾ ഏറ്റവും എനർജി ആയിരിക്കാൻ പറ്റിയൊരു കാര്യം പറയട്ടെ, ഓൾവേസ് ബി ബിസി. എപ്പോഴും നല്ല ബിസി ഷെഡ്യൂളായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക. അത് ഫുൾ ടൈം ഇപ്പോൾ അടുക്കളപ്പണി അല്ലെങ്കിൽ ഓഫീസിലെ ഫയലുകൾ നോക്കൽ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ വളരെയധികം നമ്മളിങ്ങനെ എൻഗേജ്ഡ് ആവുക. ഇപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻ കാണുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്യാം, പടം വരയ്ക്കുന്നവരാണെങ്കിൽ ഡ്രോയിങ് ചെയ്യാം, അല്ലെങ്കിൽ പെയിൻറ്റിങ്സ്, ഇങ്ങനെ എന്തെങ്കിലും ഗാർഡൻ വയ്ക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യാം. അപ്പം നമുക്ക് എന്താണോ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാഷൻ എന്താണോ അതിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് കാണുമ്പോൾ, ഇപ്പോൾ പൂന്തോട്ടം ചെടി വെക്കാനാണ്, എല്ലാം വെച്ച് കഴിഞ്ഞ് അവിടെയൊക്കെ നല്ല ക്ലീനാക്കി വെക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷം തോന്നില്ലേ? ആ നമ്മൾ ചെയ്തത് വളരെ നന്നായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു സന്തോഷം, ആ ഒരു സന്തോഷമാണ് നമ്മളെ എനർജി ആയിട്ട് മാറുന്നത്. നമുക്ക് വീണ്ടും അത് ചെയ്യാൻ തോന്നും. അല്ലെങ്കിൽ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ആ ഒരു മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ആ ഒരു മൂഡ് ഓഫ് ഒക്കെ മാറി നമ്മൾ വളരെയധികം എനർജറ്റിക് ആവും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ പാഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഒരു പാഷൻ എനിക്കില്ല എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടം കാണും. ബുക്ക് വായിക്കുന്നത് താല്പര്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നത്, പാട്ട് പാടുന്നത്, ഇതൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കും. എന്താണ് നിങ്ങളുടെ പാഷൻ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പാഷൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും, മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും, നമുക്ക് വളരെ ഫ്രഷ് ആയിട്ട് തോന്നും. സമയമില്ലെങ്കിൽ ഇനി വീണ്ടും അത് നമുക്ക് ചെയ്യണമെന്ന് തോന്നും. അതിനെയൊക്കെയാണ് നമ്മൾ പാഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ പാഷൻ എന്താണെന്നൊന്ന് അതൊന്ന് കണ്ടുപിടിക്കാനൊന്ന് ശ്രമിക്കുക. അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇനി നെക്സ്റ്റ് പോയിന്റ്,
നമ്മൾ എനർജറ്റിക്കായിരിക്കും ഇരിക്കുന്നതിന് ഒരു പ്രധാന കാരണം നമുക്ക് ചെയ്യാനുള്ള ജോലികളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് ആ ഒരു ഷെഡ്യൂൾ ചെയ്ത് തന്നെ അതിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ജോലികളും സമയബന്ധിതമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇന്നത്തെ ഈ രാവിലെ മുതലുള്ള ഈ 5 മണിക്കൂർ എനിക്ക് നല്ല സമയമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തു, ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ? അത് നമ്മളെ എനർജി ആക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നാളെയും ഇങ്ങനെ തന്നെ ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം. പക്ഷേ ആ ഒരു സമയം അല്ലാതെ ഫുൾ ടൈം ടി വിയുടെ മുമ്പേ ഇരുന്ന് ഫുൾ ടൈം ഫോണിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ടൈം മണിക്കൂറുകളാണ് നമ്മുടെ ഏറ്റവും നല്ല സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ശീലമുള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇനി ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമ്മൾ വിട്ടുപോകുന്നവരാണ് അല്ലെങ്കിൽ മറന്നു പോകുന്നവരാണെങ്കിൽ നമുക്ക് ടു ഡു ലിസ്റ്റ് എഴുതി വെക്കാം. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ എനർജി ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമുക്കൊരു പ്ലാൻ കിട്ടും. അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് നമ്മുടെ ടൈം ഒട്ടും വേസ്റ്റ് ആവാതെ നമുക്ക് കാര്യങ്ങൾ വളരെ 1 by 1 ആയിട്ട് ചെയ്തു തീർക്കാൻ കഴിയും എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നെക്സ്റ്റ് പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നമ്മൾ ഓഫീസിൽ പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഇപ്പോൾ കൂടെയുള്ള ഒരാൾ അയാൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ അത് കാണുമ്പോൾ കൊള്ളാലോ, വളരെ നന്നായിട്ടുണ്ട്, നല്ല ഡ്രസ്സാണ്, നമുക്ക് ആ ഒരു അപ്രീസിയേഷൻ തുറന്നു പറയാം. അല്ലെങ്കിൽ കാണുമ്പോൾ കൊള്ളാം, പക്ഷേ ഞാൻ ഇപ്പോൾ എന്തായാലും കൊള്ളാമെന്ന് പറയുന്നില്ല, അങ്ങനെ ഇപ്പോൾ അത് കേട്ട് സന്തോഷിക്കേണ്ട എന്ന് ചിന്തിക്കരുത്. എന്താണ്, നല്ല ഡ്രസ്സാണെങ്കിൽ കൊള്ളാലോ, നന്നായിട്ടുണ്ടല്ലോ, നല്ല ചേരുന്നുണ്ടല്ലോ, ആ ഒരു സന്തോഷത്തോടെ അത് പറയുക. കാരണം അത് കേൾക്കുമ്പോൾ അയാൾക്ക് നല്ലൊരു സന്തോഷം, എനർജിയൊക്കെ കിട്ടും. അതുപോലെ ഒരു സന്തോഷം അല്ലെങ്കിൽ അതുപോലെ ഒരു എനർജി അങ്ങനെ ഒരു മറ്റുള്ളവർക്ക് ഒരു അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ നമുക്കും കിട്ടും. അതൊന്ന് മനസ്സിലാക്കുക. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി ശീലമില്ലാത്തവരാണെങ്കിൽ അതൊന്ന് ശീലിക്കാൻ ശ്രമിക്കുക. ഇനി ഒരു കാര്യം പറയട്ടെ, ധാരാളം ചിരിക്കാൻ ശ്രമിക്കുക. അത് നമ്മളെ വളരെ എനർജറ്റിക് ആയിട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം മനസ്സ് തുറന്ന് ചിരിക്കുക. ചെറിയ ചെറിയ തമാശകളാണെങ്കിൽ പോലും ആസ്വദിക്കാൻ ശ്രമിക്കുക. നമ്മൾ കുറച്ചുകൂടെ ഒരു ഹ്യൂമർ സെൻസ് ഉണ്ടാക്കിയെടുക്കുക. തമാശകൾ മറ്റുള്ളവർ പറയുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ മാത്രമല്ല, നമുക്കും അതുപോലെ പറയാൻ ആ ഒരു ഹ്യൂമർ സെൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. തമാശ ആസ്വദിക്കാനും അതുപോലെ പറയാനും ശ്രമിക്കുക. മനസ്സ് തുറന്ന് ചിരിക്കുക. ആ ചിരിയിലൂടെ നമുക്ക് വളരെയധികം എനർജി നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു മടുപ്പ് തോന്നുന്ന അവസ്ഥ, അലസത, അതെല്ലാം നമുക്ക് മാറി നമ്മൾ വളരെ റിഫ്രഷ് ആവും ചിരിക്കുന്നതിലൂടെ. ഇനി നെക്സ്റ്റ് പോയിന്റ്, നമ്മൾ എന്ത് കാര്യം ചെയ്താലും ചെയ്യുന്ന പ്രവൃത്തികൾ ആസ്വദിച്ച് ചെയ്യുക. ഇപ്പം നമ്മൾ അടുക്കളപ്പണിയാണെങ്കിൽ അത് നമ്മൾ വളരെ ഇഷ്ടത്തോടെ ചെയ്യുക, അല്ലാതെ കഷ്ടപ്പെട്ടല്ല, നമ്മൾ ഇഷ്ടപ്പെട്ടാണ് ഓരോ ജോലികൾ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് ജോലി ആയാലും, ഇപ്പോൾ ക്ലീനിങ് ആണ്, അത് ഇഷ്ടത്തോടെ ചെയ്യുക. അത് നമ്മൾ ജോലി വളരെ ഈസി ആക്കി തരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യാനുണ്ട്, എനിക്ക് ഇഷ്ടമല്ലാത്ത പണിയാണ് ആ കുക്കിങ്, അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ആസ്വദിച്ച്. ഇപ്പോൾ എക്സാമ്പിൾ പറയട്ടെ, നിങ്ങളെല്ലാം ഫുഡ് കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നിന്ന് പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ട് നിന്നുകൊണ്ട് വലിച്ചു വാരി കഴിക്കാതെ ആ ഫുഡ് ഒരിടത്ത് ഇരുന്ന് വായിൽ വെച്ച് നന്നായിട്ട് ചവച്ചരച്ച് അതിൻ്റെ മണവും നിറവും രുചിയും ഒക്കെ ആസ്വദിച്ചൊന്ന് കഴിക്കാൻ ശ്രമിക്കുക. നമ്മളൊരു മാങ്ങയാണ് അല്ലെങ്കിൽ ഒരു മാമ്പഴമാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ നിറം, അതിൻ്റെ മണം, അല്ലെങ്കിൽ മാമ്പഴത്തിൻ്റെ ആ ഒരു ഫുൾ ഷേപ്പിൽ നമ്മൾ ആദ്യം കാണുമല്ലോ, അതൊക്കെ ഒന്ന് ഓർത്ത് നന്നായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ എന്ത് കാര്യം ഫുഡ് കഴിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത് നമ്മളെ വളരെയധികം, നമ്മുടെ മൈൻഡിനെ വളരെയധികം എനർജി ആക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ പകൽ സമയം കിട്ടുമെന്ന് പറഞ്ഞാൽ ഉറക്കം, എനിക്ക് ഒരുപാട് സമയമുണ്ട്, അപ്പോൾ എനിക്ക് നല്ല എനർജി ആവാം, കിടന്ന് ഉറങ്ങാം, അങ്ങനെ അധികമായി പകൽ കിടന്ന് ഉറങ്ങാതിരിക്കുക. അങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയം നമുക്ക് എനർജി കൂടില്ല, നമ്മുടെ ഉള്ള എനർജിയുടെ ലോസ് ആവും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ശീലം ഉണ്ടെങ്കിൽ, പകൽ കിടന്ന് ഉറങ്ങുന്ന ശീലം ഉണ്ടെങ്കിൽ അതങ്ങ് ഉപേക്ഷിക്കുക. എന്നിട്ട് ആ സമയം നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം ടി വിയിൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു മൂവി കാണാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, ആ ഒരു നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആ ഒരു സമയം ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയാണ് ഞാൻ നിങ്ങളോട് നമുക്ക് എങ്ങനെ എനർജറ്റിക് ആയിരിക്കാം എന്നുള്ള വിഷയത്തിൽ നിങ്ങളോട് ഞാൻ പറയണമെന്നൊക്കെ ഓർത്ത് വെച്ച പോയിന്റ്സ്. ഇനി ഇതല്ലാതെ ഈ പറഞ്ഞ പോയിന്റ്സ് അല്ലാതെ എല്ലായ്പ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കുക, വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, മൈൻഡിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എപ്പോഴും വിഷ്വലി നമ്മൾ അതൊന്ന് വിഷ്വലിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് തോട്ട്സ്, മനസ്സിനെ അലട്ടുന്ന ചിന്തകളൊക്കെ വരുമ്പോൾ മനഃപൂർവ്വം എൻ്റെ ജീവിതമാണ് അല്ലെ എൻ്റെ ലൈഫാണ്, ഈ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നടന്നിട്ട് അതെൻ്റെ ബോഡി അല്ലെങ്കിൽ എൻ്റെ മെൻ്റലി ഫിസിക്കലി എന്നെ അത് നെഗറ്റീവായിട്ടേ ബാധിക്കുള്ളൂ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ പിന്നെ ഒരു കാര്യം പറയട്ടെ, വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മളെ വളരെയധികം നമ്മളെ എനർജി ആക്കി വെക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മോർണിംഗ് വാക്കിന് ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ തൊട്ടടുത്ത് വീട്ടിലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, അയാൾ എല്ലാ ദിവസവും മുടങ്ങാതെ നടക്കാൻ പോകുന്ന ആളാണെങ്കിൽ അയാളോടൊപ്പം നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ മടി പിടിച്ചാലും ഒരാൾ കൂടെ ഉണ്ട്, അയാൾ നമ്മളെ കറക്റ്റ് സമയത്ത് വിളിക്കും, രണ്ടുപേർക്കും ഒരുമിച്ച് പോവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ അടുത്ത ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശീലമാക്കുക. അപ്പം നമ്മുടെ ഈ റൊട്ടീൻ മുടങ്ങിപ്പോലെ നമ്മൾ എല്ലാ ദിവസവും ഇത് ഒരുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്ത് വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. പിന്നെ പരദൂഷണം പറയുക, അല്ലെങ്കിൽ അസൂയ, അപ്പുറത്തെ ഇപ്പുറത്തെ കാര്യങ്ങൾ, ഇതൊക്കെ മനസ്സിൽ നിന്ന് കളയുക. നമ്മുടെ കാര്യം നോക്കുക. നമ്മുടെ ലൈഫിൽ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ്, അതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക. 1-2 ദിവസം ചെയ്യാവുന്നതല്ല ഈ ശീലങ്ങൾ. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി, അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ചെയ്താൽ മതി എന്നുള്ള ചിന്തയുള്ളവരാണെങ്കിൽ അത് ഇപ്പോഴും ഉപേക്ഷിക്കുക. ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഡെയിലി നമ്മൾ ഇതുപോലുള്ള ശീലങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുക. എല്ലാ ദിവസവും ചെയ്ത് വരുമ്പോൾ നമുക്ക് അത് നമ്മുടെ ഒരു ശീലം തന്നെ നമ്മുടെ ലൈഫ് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതുപോലുള്ള ചെറിയ ചേഞ്ചസിലൂടെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇന്ന് എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള വിഷയങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരും. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് വരെയുള്ള ദിവസങ്ങൾ അത് വിട്ടേക്ക്, കുഴപ്പമില്ല. നിങ്ങൾ ഓൾറെഡി നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആളാണെങ്കിൽ എനിക്കിനി ഒന്നും പറയാനില്ല, ശരി, ഓക്കെയാണ്. അതല്ല, എനിക്ക് എപ്പോഴും മടിയാണ്, എനിക്ക് എപ്പോഴും അലസതയാണ്, വീട്ടിലിരുന്നിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല, ബോറടിക്കുന്നു എന്ന് പറയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ നിമിഷം മുതൽ ഇതുപോലുള്ള ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ ഒന്ന് ശ്രമിച്ചു നോക്കി. നമ്മുടെ ജീവിതം എന്തുമാത്രം നമുക്ക് അതിനെ മാറ്റിമറിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം എനർജറ്റിക് ആയിട്ട് ഹാപ്പിനെസ് ആയിട്ട് ഓരോ ദിവസവും നമുക്ക് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അപ്പോഴത് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും നന്ദി.